ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ. അപ്പോൾ ഒരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ടാട്ടോ ഞങ്ങളിത് വന്നത്. ഇപ്പോൾ ഇതാ ബാക്കിൽ ലാമി ഉണ്ട് കേട്ടോ. ലാമിക്ക് വീട് മാറിയതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക അല്ലേ. അപ്പോൾ ഗായ്സ്, എന്താണ് ലാമി? ഗായ്സ്, ഇവൾക്ക് ഇവിടെ മൂഡ് ഓഫ് ആണ് ഗായ്സ്. ഇങ്ങനെ നമ്മളെ സൗണ്ടൊക്കെ പോയിക്കണേ. അപ്പോൾ അവളെ മൂഡ് ഓഫ് മാറ്റാൻ ഞാൻ അവളോട് പറഞ്ഞു, മാറ്റി നമുക്ക് ഒരു നൈറ്റ് ഔട്ട് പോയാലോ അല്ലേ? അപ്പോൾ ഓക്കെ അല്ലേ? യെസ് ഗൈസ്, അവൾക്ക് വീട് മാറിയതിൻ്റെതൊക്കെ എന്തൊക്കെ വീട് മിസ് ചെയ്യുന്നുണ്ട് കാരണം നമുക്കൊക്കെ സെറ്റാക്കാം. അപ്പം ഞങ്ങൾ രാത്രി പോവാന്ന് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു. വാ നീച്ച് മാറ്റിക്കോ. അപ്പം ഫതിലു വരുന്നുണ്ട്. ബാബാ മാമാൻ്റെ മരുവ അല്ല ലാമിക്ക് മോള് മാമ എന്തൊക്കെ ഉണ്ടാക്കണ്. അപ്പേ ഹോളിങ് കൊണ്ട് ഒന്ന് നമ്മളെ ഇടക്കരങ്ങാടിയൊക്കെ ഒന്ന് കാട്ടി കൊടുത്തരാം. എന്തേ ഹോളിങ് കൊണ്ടേ ഒന്ന് ഇടക്കരൊക്കെ ഒന്ന് ചുറ്റി കാട്ടിത്തരാം. അതെ, മാമ എന്താ ഉണ്ടാക്കണ്? ഇവിടെ എന്താ ചിക്കൻ പത്തിരി നോക്കട്ടെ. ചിക്കൻ അല്ലേ? ഫതിലുവിനൊക്കെ ക്ലാസ് ഇല്ലോണ്ടല്ലേ ഫതിലു? അതെ, നാളെ മറ്റന്നാളൊക്കെ ലീവാണ്. ഞാൻ വലിയ എന്താ പിന്നെ ഇതാ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇവൾക്ക് വേണ്ടി, ലാമിക്ക് വേണ്ടി. പിന്നെ ഇവൻ പ്രത്യേകം എന്നോട് പറയാൻ പറഞ്ഞു, എനിക്ക് എക്സാമിന് ഫുൾ എ ഗ്രേഡ് ഉണ്ടെന്ന് ഫതിലു ചെവിയിലൊന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ മുന്നിൽ നിന്ന് പറയാൻ പറഞ്ഞു മെയിനായിട്ട്. ആ അപ്പം മാമ ഹോളിങ് കൊണ്ടൊക്കെ പോയെന്ന് വരാം അല്ലേ? ആ ഡ്രസ്സ് മാറ്റിക്കും ഫതിലു. വാ മാറ്റി ഒക്കെ ശരിയാക്കാം. വാ. ഹലോ, അപ്പോൾ ഇറങ്ങി. ഞാൻ പെട്ടെന്ന് ഡ്രൈവറായിട്ട് ഇറങ്ങി ഗൈസ്. കാരണം ഒരു പുറത്തേക്ക് ഫുഡും കാര്യങ്ങളും അടിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കും അതിലോ അല്ലേ? ഫുഡ് പറഞ്ഞാൽ നമ്മൾ പോകില്ലേ? അപ്പോൾ നമ്മളെ ലാമി വന്നിട്ട് ഫസ്റ്റത്തെ നൈറ്റ് ഔട്ടിംഗ് ആണ്. പക്ഷേ അത് ഞങ്ങൾ 4 ആൾക്കാരുണ്ട്. ഞങ്ങൾ 3 ആളുടെ ഇടയിൽ ഒരാളും കൂടി വന്നാണ്. അപ്പോൾ ആ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഔട്ടിങ് ആട്ടോ. അപ്പോൾ പോകട്ടോ. പോലെ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എവിടെ ഫതിലോലൊക്കെ പോലെ റെഡി ആവാണ്. ഇവർ റെഡി ആവാൻ വേണം 1 മണിക്കൂർ. എല്ലാവരും ചൊറ. എന്തായാലും വരട്ടെ. പോലെ റെഡി ആവാണ്. ഇവർ റെഡി ആവാൻ വേണം 1 മണിക്കൂർ. എല്ലാവരും ചൊറ. എന്തായാലും വരട്ടെ ഗൈസ്. ലാമി പറത്തൊക്കെ ഇട്ടിട്ട് ഗൈസ്. അപ്പം ഞങ്ങൾ പോയാലോ. ഐസ വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ആയിക്കുണ്ടോ? വാ വണ്ടി കയറി ഇരിക്കാം. മാമാ പോരാ ലാമിയാ പോരാമ്മ. ഫതിലുവാ ഗൈസ്. അപ്പൊ ഞങ്ങള് ഒരു നൈറ്റ് ഔട്ട് പോയാൽ എന്താ വണ്ടിയില് ഗൈസ് കൊറേ നേരം വെയിറ്റ് ചെയ്യണ്. ഇവള് പുറത്തൊക്കെ ഇട്ട് മാറ്റാൻ കുറച്ച് സമയം എടുത്ത് ഗൈസ് പോയാ. നാളെ തിന്നണത് ഇവൾക്കൊരു ചായ. അപ്പൊ ഗൈസ് ഞങ്ങൾ പോയാലോ. അപ്പൊ ഗൈസ് എത്താനായിട്ട് ഇടക്കര ഫുള്ള് ഊറ്റത്തിലാണ് ഗൈസ്. വള്ളിലേക്ക് എന്തെങ്കിലും പോവല്ല, അപ്പൊ അതിന്റെ ഊറ്റത്തിലാണ്. ലാമിയോ ഫസ്റ്റ് ഔട്ടിംഗ് ഗൈസ്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കൂടി ഒരു ചുറ്റ് നാട് കണ്ടിക്കണോളൂ, വേറെ കാര്യം അല്ല ലാമി. ഓ ഇതാണ് ഗൈസ് ഞങ്ങളുടെ എടക്കര ടൗണ്. ഇവിടെ ഒരു മാളൊക്കെ വരുന്നുണ്ട്. തിയേറ്റർ ഒന്നുമില്ല. നമ്മൾ പ്രോട്ടീൻ ഹാപ്പി അതിലോ മതിയോ?
അടുത്ത ലൊക്കേഷൻ വേറെന്തേലും. അപ്പൊ ഗൈസ് അങ്ങനെ ഒരു സ്പോട്ടിൽ ഞങ്ങൾ കഴിച്ചിറങ്ങി. അത് ഇനി അടുത്ത സ്ഥലം ഇനി വേറെ വേണമെന്നാ പറയണത്. പോയി നോക്കട്ടെ ഗൈസ്. ഇവിടെ ഇന്നെ തുടങ്ങിയിട്ടില്ല ഗൈസ്. രണ്ടാമത്തെ ദിവസം എന്നെ ചെലവാണ് ഗൈസ്, ചെലവാണ്. അല്ലട്ടോ അവിടെ ഇങ്ങനെ മൂകതയോട് നിക്കുമ്പോ പിന്നെ നമ്മള് പറഞ്ഞ പോരെ. സീനാണ് ഗൈസ്. അപ്പൊ ഞാൻ നിർത്തണോടത്ത് നിർത്തൂട്ടോ. അതെ, ഇവനോടുക്ക കൊണ്ടുപോകണമെന്നല്ലോ. നല്ല സ്പോട്ട്, ഇപ്പൊ നല്ല സ്പോട്ട് ഉണ്ട് ഇറങ്ങാണ്ട് കൊണ്ടുണ്ട്. പൈസ കാലിയാവൂല്ലേ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ ഇത് തിന്നു പോയിട്ടുണ്ടാവും. മന്ദപ്പാണ് ഗൈസ് ഇവൾക്ക്. എന്തൊരു ഇടങ്ങേറാന്നില്ല പിന്നെ പൈസ ഇല്ലേ ഗൈസ്. അപ്പൊ ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തിയിട്ട് അവിടുന്ന് കാണാട്ടോ. അടുത്ത സ്പോട്ടിലെത്തി. തിന്നണം. വെയിറ്റിംഗ് ഫോർ ഫുഡ് ഗൈസ്. ഫസ്റ്റ് അതൊക്കെ അത്ര അതന്നെ. ഞങ്ങള് ഇതിന്റെ ഒപ്പം ജിമ്മക്ക് വരുന്നുണ്ട് എന്നാണ് ആശയും ലാമിയും പറഞ്ഞത് അല്ലേ. ഞാൻ എന്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട് ഗായ്സ്. മേക്ക് ഓവർ. സ്ഥലത്തെത്തിയിട്ട് എന്ത് ഓർഡർ ചെയ്യുന്ന കൺഫ്യൂഷൻ. രണ്ട് ബർഗർ, ഒരു ലാമി ബർഗർ. സെൽഫിയാണ് പറയുന്നത്. അതുവരെ വീടെടുക്കാൻ എന്താണ് ആശയം? കല്യാണം കഴിഞ്ഞത് എന്താ റിഗ്രറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ എപ്പോഴും പ്രോട്ടീനാണ് ഗൈസ്. പ്രോട്ടീൻ കുടിക്കോ? രസമല്ല, ഇത് രസം കുറവാണ്. ഓട്സ് ഒരു കടിയടി. ഇപ്പൊ സെറ്റായി. അതില് വേറൊരു സംഭവം ഓർഡർ ചെയ്തിരിക്കണേ. കെച്ചപ്പ് ലവേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. എന്തുണ്ടെങ്കിലും കെച്ചപ്പ്. സത്യം. കെച്ചപ്പ് മയോണൈസ് ആര് ജയിക്കും? മയോണൈസ് ജയിക്കുവോ? കോക്ടെയിൽ. വാവ്, ഇത് സെറ്റാണല്ലോ. എക്സ്ചേഞ്ച് കൊടുക്കണ. ഫോട്ടോഷൂട്ടിനാണ് ഗൈസ്. ടപ്പാതിരക്ക് ഫാൻസി കടയിൽ കയറിയിരിക്കണേ. ഫുൾ പർച്ചേസിങ് കേട്ടോ. ഫാമിലിൻ്റെ ഫസ്റ്റ് നൈറ്റ് ഔട്ട് സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പർച്ചേസും കാര്യങ്ങളും അതാ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നമ്മളെ വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മള് എല്ലാരും നമ്മൾ 4 ആൾക്കാർ പുറത്ത് വന്ന് ഫുൾ ഫുഡും കാര്യങ്ങളും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ്. മാമൻ ഞാൻ പത്തിരൊക്കെ ചുട്ടിരുന്നു. ചീത്ത പറയാവോ? പത്തിരിയും ചിക്കനും എല്ലാം ഉണ്ട്. അതെ, കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ അപ്പൊ ജിമ്മിന് പോണം. ഗൈസ് പിന്നെ ഉണ്ടില്ല എല്ലാരും ലാമിനെ തടിയൊക്കെ ഉണ്ട് ഗൈസ്. അതാ ഡ്രസ്സിനും തീരാം. ഈ പറഞ്ഞവർക്കൊക്കെ ഒരു
മേക്ക് ഓവർ വരുന്നുണ്ടല്ലോ ലാമി. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് തടി വെച്ചാലെന്താ? എന്താണ് ഗായ്സ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് തടി. അപ്പളം ഇങ്ങോട്ട് തടിച്ചാൽ അപ്പളോ മൂന്നാളെ മുടി വെട്ടി പാർലക്ഷം. അപ്പൊ ബ്രേക്ക് ഗൈസ്. അതെ, ഞങ്ങക്ക് മുടി ഇട്ടാൻ എന്താ പൈസ അല്ല, അപ്പൊ അത്ര ആഗ്രഹം പൈസയും കാര്യങ്ങളൊക്കെ തരണം. 90 ഗൂഗിൾ പേ ചെയ്തോളി ഗൈസ്. ആർക്കെങ്കിലും പോയിക്കോട്ടെ. അപ്പം അൽഹംദുലില്ലാ ഫുള്ള് സെറ്റപ്പ് ആക്കി. എന്താ ഫസ്റ്റ് ഔട്ടിങ് ജസ്റ്റ് വലിയ പ്ലാൻ ഒന്നും ഇല്ല. പെട്ടെന്ന് ലാമിക്ക് ഇങ്ങനെ ഔട്ടിങ് പോകണം. ജസ്റ്റ് ഫുഡ് ചെറുതായിട്ടില്ല അല്ലെ, ലൈറ്റ് ഫുഡ് കഴിക്കണം എന്നൊക്കെ. ലൈറ്റ് ഫുഡ് കഴിക്കാൻ ലൈറ്റ് ആയിട്ട് ചാടിക്കാൻ പോയതാണ്. അതെ അതെ. സിംഗർ ബർഗർ ഒക്കെയാണ് ഓർഡർ ചെയ്തത് ലൈറ്റ് ആയിട്ട്. അപ്പൊ ഇൻഷാ അല്ലാ അപ്പൊ ഇനി വേറെ വീഡിയോസ് ഒക്കെ നിങ്ങളെ കമന്റ് ഒക്കെ ഫുള്ള് വായിക്കുന്നുണ്ട് അല്ലേ? ഇന്നത്തെ വീഡിയോസിന്റെ എല്ലാത്തിന്റെയും സപ്പോർട്ടും കാര്യങ്ങളും. അങ്ങനെ കുറെ മാരേജ് ആക്കിയ ആൾക്കാരെ കമന്റ് കുറെ ഉണ്ട് അല്ലേ? എല്ലാരും സ്റ്റേ ഹാപ്പി, സ്റ്റേ സെറ്റ് ആക്കി എല്ലാരും കമന്റ് ചെയ്തോളിട്ടോ. പിന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി എന്തായാലും കൊടുക്കും അല്ലേ? എന്തായാലും കൊടുക്കും. ഞങ്ങള് രണ്ടാൾക്കാരായിട്ട് ഇങ്ങനെ പണിയില്ല, 1.5 പണിയൊക്കെ ലാമി. അപ്പൊ ഞാനും ഫതിലും ടീം. ടീമും കേട്ടോ. ഫതിലു അഹ്സാൻ ഫതിലു വിയസ് ആഷി ലാമിയ വന്നോളൂ. അപ്പൊ ഇൻഷാല്ലാ ഇതേപോലെ വീഡിയോസ് ഒക്കെ ഡെയിലി ഇടും ഇൻഷാല്ലാ. അപ്പം ഇങ്ങനത്തെ വീഡിയോ അതെ, അപ്പൊ ബൈ.